ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഊണിന് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ അരിയൊക്കെ കഴുകി അങ്ങ് അടുപ്പത്താക്കി, എന്നിട്ട് കറിക്കുള്ള മീൻ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് തോരനുള്ള ചീര ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് നമുക്ക് ചീരത്തോരനാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു. പെട്ടെന്ന് തന്നെ അങ്ങ് അടുപ്പിലോട്ട് അങ്ങ് ആക്കി ചീര വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിന്ന് കറക്കിയിട്ടിരിക്കുന്ന അയലയാണ് കേട്ടോ. അത്ര വലിയ അയലൊന്നുമല്ല, കുഞ്ഞയലയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് തേങ്ങ അരച്ച് വെക്കുന്നില്ല കേട്ടോ. കുടമ്പുളിയൊക്കെ ഇട്ടിട്ടൊരു മുളക് കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ വൃത്തിയാക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ കിച്ചണിൽ വെച്ച് തന്നെയാണല്ലോ മീൻ നന്നാക്കുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ ഇരുന്ന് വെട്ടാലോ. അങ്ങനെയാകുമ്പോൾ മീനിൻ്റെ വേസ്റ്റോ ചെതുമ്പലോ എന്തെങ്കിലും മുറ്റത്ത് വീണാലും കുഴപ്പമില്ലല്ലോ. ഇതിപ്പോൾ കിച്ചണിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്മെല്ലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അങ്ങനെ അരപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ തോരൻ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മോരുകറിയും കൂടെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു മോരുകറിയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുടമ്പുളി തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് നമ്മുടെ അയല മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ. പതിവ് പോലെ തന്നെ നല്ല ചൂട് മട്ടേരിയുടെ ചോറ് അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചീരത്തോരനും വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുടമ്പുളിയും തക്കാളിയൊക്കെ ഇട്ട് വെച്ച് നല്ല അയല മുളക് കറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മോര് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമുക്ക് ഊണ് കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കി ആ ചോറും മീൻകറിയും മോരും ചീരത്തോരനും ആ മീനിൽ നിന്ന് കുറച്ചും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നോ. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.